ലോകത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. ഒരു സന്ദേശം, നിന്റെ ശാപയാത്രയിൽ യേശു ഇടപെട്ടാൽ ആ യാത്ര വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനും ഫോണിലൂടെയും ഇമെയിലൂടെയും അറിയുവാനിടയായിത്തീർന്നു. നിശ്ചയമായും ഈ എപ്പിസോഡിലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തിൽ പ്രവേശിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിക്കാൻ നമുക്കൊരു വാക്യം, വിശുദ്ധ വേദപുസ്തകം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 22-26 ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. 20-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. മതി. നല്ല വചനമോർത്തൊരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ എല്ലാ സമയം കേട്ടിട്ടുള്ള ഒരു വചനമാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ വചനത്തിൽ നിന്ന് സംസാരിക്കണം, ഞാൻ ജനത്തിന്റെ നടുവിൽ ഇടപെടുവാൻ പോകുകയാണ്. ആമേൻ. പ്രത്യാശയോടെ ഇരുന്ന് കർത്താവ് ഇന്ന് ഇടപെടുന്ന ദിവസമാ. യേശു ഇന്ന് അത്ഭുതം ചെയ്യുന്ന ദിവസമാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പത്രോസിന്റെ കൺമുമ്പിൽ നടന്ന ഒരു സംഭവത്തെ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ആ സംഭവത്തെ വിവരിക്കുക. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിന് ഒരിക്കൽ വിശന്നു. യേശുക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു. അവനിൽ മനുഷ്യത്വം ഉണ്ട്, ദൈവത്വം ഉണ്ട്. മനുഷ്യത്വം, യേശുവിന് വിശന്നു, അത് മനുഷ്യത്വം. നിങ്ങൾ അറിയാത്തത് ഞാൻ തിന്നെന്ന് പറഞ്ഞു, അത് ദൈവത്വം. യേശു പടകിൽ ഉറങ്ങി, അത് മനുഷ്യത്വം. കടലെ അടങ്ങുക എന്ന് പറഞ്ഞു, അത് ദൈവത്വം. യേശു ലാസറിന്റെ കല്ലറക്കൽ കരഞ്ഞു, അത് മനുഷ്യത്വം. ലാസറെ പുറത്തു വന്ന് കൽപ്പിച്ചു, അത് ദൈവത്വം. അവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു. യേശു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു. യേശുവിന് വിശന്നു. ഒരു ഇലയുള്ള അത്തി നിൽക്കുന്നത് കണ്ടു. യേശുവിന് തോന്നി ഈ അത്തി എന്ന് വല്ല ഫലവും കിട്ടുമെന്ന്. അടുത്ത് ചെന്നപ്പോൾ ഒരു ഫലവും കിട്ടിയില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ വായിക്കുന്നു, യേശു അത്തിയെ ശപിച്ചു. അടുത്ത വചനം, അത്തി വേരോടെ ഉണങ്ങിപ്പോയി. ഈ കാര്യം കൺമുമ്പിൽ കണ്ടപ്പോൾ പത്രോസ് ഇത് യേശുവിനോട് പറയുമ്പോൾ യേശു പത്രോസിനെ നോക്കി പറയുന്ന പദമാണ് നമ്മുടെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. വായിക്കാം അതിന്റെ ദൈവത്തിന് സ്തോത്രം 22-ാമത്തെ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം ഉള്ളവരായിരിക്കുവീൻ. എനിക്കും നിങ്ങളോട്
ഈ ആരാധനയിൽ പ്രബോധിപ്പിക്കാനുള്ളത് ആരിലും വിശ്വസിക്കണ്ട, പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. നിനക്ക് വന്ന രോഗമല്ല വലുത്, നിനക്കുള്ള കടമല്ല വലുത്. ദൈവത്തിൽ വിശ്വസിക്ക്, പലതിനും പരിഹാരം എന്റെ കർത്താവ് കൽപ്പിക്കാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിൽ വിശ്വാസം. ദൈവത്തിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ ഇവിടെ യോഗത്തിന് വന്നേ, അത്രയൊരു വിശ്വാസമല്ല, മറിച്ച് നീ പറയുന്നത് സംഭവിക്കുമെന്ന് ഒരു വിശ്വാസം നിങ്ങളിൽ വേണം. പ്രൈസ് ഗോഡ്. എനിക്കറിയാം ഇന്നിവിടെ ഇരിക്കുന്ന നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കാൻ പോവുക. ഇതുവരെ നീ ആരാധിച്ച പോലെ അല്ല, നിന്റെ അകത്ത് ഭയങ്കര വിശ്വാസം വരാൻ പോവുക. സ്തോത്രം. ചിലർ 5 മണിക്കൂർ പ്രാർത്ഥിക്കും, പക്ഷേ ഒട്ടും വിശ്വാസമില്ല. ആമേൻ, ആമേൻ. രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, 4 മണിക്ക് പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന, പക്ഷേ ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ഒരു മറുപടിയും കൊണ്ട് എത്തിക്കത്തില്ല. ബ്രദർ, പ്രാർത്ഥന അല്പം കുറഞ്ഞാലും ആദ്യം വിശ്വസിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. ചേർന്നൊരാമീൻ പറഞ്ഞാട്ട്. ഞാൻ ഈ ദൂതെടുക്കുമ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ചിലരുടെ അകത്ത് പുതിയ വിശ്വാസത്തിന്റെ വിത്ത് മുളയ്ക്കുമെന്ന്. പ്രൈസ് ഗോഡ്. നീ ഇരുന്ന അതേ വീട്ടിൽ, നീ പ്രാർത്ഥിച്ച അതേ യോഗത്തിൽ, നീ ആരാധിച്ച അതേ സ്ഥലത്ത് ഇന്ന് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. വിശ്വസിക്കാമോ നിനക്ക്? ഇതുവരെ കാണാത്തൊരു അത്ഭുതം നിന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാ. അതിന് ഒന്നാമത്തെ കാര്യം വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? ഇവിടെ യേശു പത്രോസിന് പറയാ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഈ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതികളെല്ലാം നമ്മൾ പൊളിക്കണം. ഒരു വാക്യം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായി. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഒരു ശതാധിപന്റെ കാര്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ശതാധിപന്റെ പ്രിയനായവന്റെ സൗഖ്യമാ വിഷയം. ഒരു ശതാധിപന് പ്രിയനായവൻ ദീനം പിടിച്ച് കിടക്കുക. ദീനം എന്തുവാകട്ടെ, പക്ഷേ ദീനം പിടിച്ച് മരിപ്പാറായി. ദീനം മരണം വരെ വരുത്തും. സ്തോത്രം. അപ്പൊ ഈ ശതാധിപൻ യേശുവിനെ കുറിച്ചു കേട്ടു. അവന് യഹൂദന്മാര് ചിലരെ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. വായിച്ചേ. അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. മൂപ്പന്മാരെ വിട്ടു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. ഇവർ വന്നു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. എന്താന്ന് കേട്ടോണം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ ഒന്നാമത്തെ കാര്യം ജനത്തെ സ്നേഹിക്കുന്നവൻ. ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു. രണ്ടാമത് അവനൊരു പള്ളി പണിഞ്ഞു കൊടുത്തവനാ. നിങ്ങൾ രാമയും പറയുന്നില്ലല്ലോ. കർത്താവ് കാര്യത്തിൽ ഇടപെടാൻ എന്തേലുമൊക്കെ ക്വാളിറ്റി വേണം. എന്നിട്ട് അവന്റെ പ്രത്യേകത നോക്കിയേ. സ്തോത്രം. അവനൊരു ആലയം, ആലയത്തിന്റെ കല്ലിന് കാശ് കൊടുത്തന്നല്ല, ആലയം പണിത് കൊടുത്തന്ന. രാമ്യം വരുന്നില്ല, കണ്ടോ? ആമേൻ, ആമേൻ. കൈ കൊടുത്ത് പറ, കർത്താവിന് വേണ്ടി എന്തേലും ചെയ്യണേ ചെയ്തോണമെന്ന് പറ. രക്തത്താൽ ജയം. ശ്രദ്ധിച്ചേ, ആലയവും തീർത്തു കൊടുത്തു. ഈ കാര്യം ആരോട് പറയുക? യേശുവിനോട് പറയുക. അടുത്ത വാക്യം വായിച്ചേ. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ യേശു ഈ വന്ന ആൾക്കാരുടെ കൂടെ പോയി. യേശുവിന് ഒരാൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നും കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യുന്ന ആളാന്ന് പറഞ്ഞാൽ കർത്താവ് കൂടെ വരുന്നവനാ. ഒരാമയും വരുന്നില്ല, കണ്ടോ? ഇന്ന് നിന്റെ വീട്ടിൽ കർത്താവ് വരുന്ന ദിവസമാ. ആമേൻ. കർത്താവിന് 2 പേരെ ഇട്ട, 1 ജനത്തെ സ്നേഹിക്കണം, 2 ദൈവത്തെ സ്നേഹിക്കണം. യേശു ഇവരെ പുറകെ പോയി. സ്തോത്രം. പോയപ്പം ഇവൻ നേരത്തെ വിവരം പറഞ്ഞ. ആര് വരുന്ന വിവരം? ഇന്ന് യോഗത്തിനിടെ വന്നേച്ച് നിങ്ങളോട് പറയുവാ. യേശു പറയാ, ഇന്ന് നിന്റെ വീട്ടിലോട്ട് ഞാൻ വരുവാ. എന്നാ സന്തോഷമായിരിക്കുമല്ലയോ? സന്തോഷമില്ലയോ? പിന്നെ ഞാനാണ് ഇവിടെ കിടന്ന് നൃത്തം ചെയ്തേനെ. എൻ്റെ വീട്ടിലോട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാം, ആ കാട്ടത്തിയുടെ മേളിൽ ഒരു പുള്ളി കയറിയിരുന്നല്ലോ, നീളം കുറഞ്ഞ പുള്ളി. പേരെന്താ പുള്ളിയുടെ? സക്കായി. ആ പുള്ളിയോട് കർത്താവ് പറഞ്ഞു, സക്കായിയെ വേഗം
ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ, അവന്റെ വീട്ടിലോട്ട് യേശു വരിക. കേറാൻ എളുപ്പമായി, ഇറക്കം പ്രയാസമാ. ഇറങ്ങി വരുമ്പോ ഇവൻ പറഞ്ഞോണ്ടാ വരുന്നത്, ചതിവായി വല്ലതും വാങ്ങിയെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുത്തേക്കാം. വാങ്ങിയെന്നല്ല, വാങ്ങിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. ഇനി അടുത്തത്, പാതി വിറ്റ് ദരിദ്രർക്ക്, കാര്യം അവന്റെ എല്ലാം പിടിച്ചു പറിച്ചതാ, കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങിച്ച് സ്വരൂപിച്ചതാ, കൊടുത്തേക്കാവുന്ന. ഈശോയെ കണ്ടാ മതി, കുറ്റബോധം ഉണ്ടാവും. കേട്ടെ, ഇവൻ ഇറങ്ങി വന്നു. യേശു ഇവന്റെ അവിടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞു കേട്ടണോ, ഇവനും അബ്രഹാമിന്റെ സന്തതി ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അപ്പൊ യേശു വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായി, എനിക്കും. യേശു വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ശതാധിപന്റെ മുട്ടടിക്കാൻ തുടങ്ങി. ഒരു ബാല്യക്കാരനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ട് പറഞ്ഞു, വരണ്ട, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇപ്പൊ വിടുതല. നിന്റെ ഫയൽ എടുക്കുന്ന ദിവസമായത്. വിശ്വസിക്കാൻ തയ്യാറാണോ നീ? വിശ്വസിക്കാൻ തയ്യാറാണോ നീ? ആ കൈകൾ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്നെ നോക്കി കർത്താവ് കൽപ്പിക്കാൻ പോവുക. ഒത്തിരി കൽപ്പിക്കണ്ട, ഒരൊറ്റ വാക്ക്. എന്റെ ചിന്ത ഞാൻ പറയാം. ശതാധിപൻ അയച്ച 2ാമത്തെ ബാല്യക്കാരൻ യേശുവിന്റെ അടുക്കലോട്ട് ചെന്ന് മുട്ട വീണു. ഒറ്റ വാക്ക് നീ കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യമാകുന്നു യജമാനൻ പറഞ്ഞു. ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു വാക്ക്. നീ പ്രാർത്ഥനയെ കൊണ്ടുവന്ന 100 വിഷയത്തിന് ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്. സ്വർഗമെന്ന് ചലിക്കുന്ന ദിവസമാ, സ്വർഗമെന്ന് ചലിക്കുന്ന ദിവസമാ. നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ നോക്കി, നിന്റെ നഷ്ടപ്പെട്ട ജീവിതത്തെ നോക്കി ഒരൊറ്റ വാക്ക്. Are you ready? ആരോടൊക്കെയോ കർത്താവ് ഇടപെടുകയാ. നിന്റെ പരാജയം നിന്നെ വിട്ട് ഓടാൻ പോകുകയാ. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ 100 വിഷയത്തിന് 100 വിടുതലില്ല, 100 വിഷയത്തിന് ഒറ്റ വിടുതലേ ഉള്ളൂ. എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ദേശം, പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയാം. നീ എഴുതിക്കൊണ്ടുവന്ന ലിസ്റ്റ് മുഴുവൻ കണ്ടിട്ട് ഒറ്റ വാക്ക് കൽപ്പിക്കും. കർത്താവ് പറയാം, നിന്റെ വിഷയത്തെ കർത്താവ് തൊടാൻ പോവുക. ഒരൊറ്റ വാക്ക്. വിശ്വസിക്കാമോ? നിനക്ക് വിശ്വസിക്കാമോ? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണണം, അതിന്റെ പേരാ വിശ്വാസം. പ്രൈസ് ഗോഡ്. മുമ്പേ അച്ചുബ്രദർ പറഞ്ഞല്ലോ, സ്വത്രാഴ്ച വരുമ്പം രൂപായ എന്ന് പറഞ്ഞ് പേപ്പർ ഉരുട്ടി ഇട്ടിട്ടുണ്ടെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ഒരു കാലത്ത് പേപ്പറിൽ ചുരുട്ടി ഇട്ടാലും പിന്നെ വാരിക്കൊടുക്കാൻ കർത്താവ് കൃപ തരും. അതിന്റെ പേരാ വിശ്വാസം. അല്ലാതെ കടം ചോദിച്ചോടുവല്ല, വഴി കർത്താവ് ഒരുക്കുക. വിശ്വസിക്കാമോ നിനക്ക്? കർത്താവിന്റെ ദൂത് കേട്ട ഇതുവരെ കാണാത്ത വഴി, സ്റ്റക്കായി നിൽക്കുന്നതൊക്കെ റിമൂവ് ആകാൻ പോകുക. ചലിക്കാത്തതൊക്കെ ചലിക്കാൻ പോകുക. ചലനമറ്റ് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഇതുവരെ ചലിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ചലിക്കും. റിസീവ് ചെയ്യാൻ തയ്യാറായിക്കേ. ഇതുവരെ ചലിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ദൈവം ചലിക്കും. യേശു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ അംഗീകരിച്ചില്ല. ഒരാളെ പറഞ്ഞു വിട്ടു പറഞ്ഞു, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ. മറിച്ച് നീ എന്ത് ചെയ്യണം? ഒരു വാക്ക്. പ്രാർത്ഥനയിൽ കർത്താവിന്റെ അടുക്ക ചെല്ലണം കേട്ടോ. കണ്ണുനീരോടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വിഷയത്തിൽ ഒരു വാക്ക്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഹന്ന ദൈവാലയത്തിൽ പോയി, പിള്ളാരില്ല. പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വാക്യം ബൈബിളിൽ എഴുതി, പിന്നെ അവിടെ മുഖം വാടിയില്ല. അവൾ ഉറപ്പിച്ചു കുഞ്ഞകത്തുണ്ടെന്ന്. ആമേൻ. കുഞ്ഞു പോയിട്ട് വായു ആമി അകത്തുള്ളൂ, പക്ഷെ വേറൊന്നുമില്ല. പക്ഷെ അവൾ വിശ്വസിച്ചു കൊച്ചകത്തുണ്ട്. ഇടയ്ക്ക് അവൾ വയറ്റത്ത് കൈവച്ച് വാവയെ വാവയെന്ന് വിളിക്കും. അവള് വിശ്വസിച്ചു കൊച്ചകത്തുണ്ട്. തിരിച്ചു വന്നപ്പോ എൽക്കാന ചോദിച്ചു, എന്താടി ഇന്നലെ ചിരി? ഓ, എനിക്ക് കൊച്ചിനെ കിട്ടി. ഹല്ലേലൂയ. പെനീന ചോദിച്ചു, എന്താടി ഇന്ന് ആമി ഞാൻ എത്ര അപവാദം പറഞ്ഞിട്ടും? അവൾ പറഞ്ഞു, അടുത്ത 1 വർഷം തികയട്ടടി, ഒരു കൊച്ചിനെ കൊണ്ട് നിന്റെ അടുക്ക ഞാൻ വരാം. അവിടെ മുഖത്തിന്റെ വാട്ടം മാറി. ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു. ഇന്ന് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിശ്വസിച്ച്
സംഭവിച്ചെന്ന് വിശ്വസിച്ച് അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിലും സംഭവിക്കുന്നു. സെയിന്റ് കിഡ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയിൽ മാത്രം കഴിഞ്ഞ വർഷം 2011 ഫെബ്രുവരി 26 ഞാൻ MTech ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തമിഴ്നാട്ടില്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ജീസസ് റെഡീംസിന്റെ ഒരു തിറപ്പിൻ വാസൽ ജപം എന്നൊരെണ്ണമുണ്ട്. എല്ലാ മാസവും ലാസ്റ്റ് സാറ്റർഡേ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട് വിളിച്ചു. ഞാൻ ചുമ്മാതെ എൻ്റെ ഹോസ്റ്റലിൽ തനിയെ ഇരിക്കാൻ വയ്യ, വെറുതെ സമയം കളയണ്ടെന്ന് ഓർത്ത്, എനിക്കറിയില്ല 1.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്യണം. എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല. പക്ഷെ ദൈവകൃപയിൽ എനിക്ക് ചെറുതിലെ മുതല് വീട്ടിൽ ആർക്കും അറിയത്തില്ല, എനിക്ക് നന്നായി തമിഴ് വർത്താനം പറയാൻ അറിയാം. എങ്ങനെയോ ദൈവം എന്നെ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിച്ചു. രാവിലെ 9 മണി മുതൽ 3 മണി വരെ അവിടെ ഫാസ്റ്റിംഗ് പ്രയറാ. എനിക്ക് ഫാസ്റ്റ് ചെയ്ത് നേരത്തെ പരിചയമില്ല. ഞാൻ എന്തായാലും ഒരു പഴമൊക്കെ കഴിച്ച് ധൈര്യമായിട്ട് പോയി ചുമ്മാ അവിടെ ഇരുന്ന്. അവിടെ ചെന്നപ്പോ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ഉള്ളടാ. എനിക്ക് ഇതെന്തുവാ, തമിഴിലും പാട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ ചെന്നിരുന്നു 9 മുതൽ 12 വരെ കാര്യമായിട്ട് ഞാൻ പാട്ടും കേട്ട് ഉറങ്ങി. എനിക്ക് അറിയത്തില്ല, തമിഴിലെ പാട്ടും മനസ്സിലാവുന്നില്ല. പക്ഷെ 12 മണിയായപ്പം ഒരു ടെസ്റ്റിമോണി ഞാൻ കേട്ടു. ഒരു ഫിലിം ഡയറക്ടറിന്റെ ആയിരുന്നു. ആ ഫിലിം ഡയറക്ടർ അല്ലേ വന്നേ. പുള്ളി എന്നാ പറയുന്നതെന്നൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്നിരുന്നു. പുള്ളി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, എന്റെ ഫാമിലി കുറെ പ്രശ്നമുണ്ട്, ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് ദൈവം എവിടെയാ. ആ ടെസ്റ്റിമോണി കേട്ട ശേഷം ഞാൻ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. എന്തുവാന്നൊന്നും അറിയത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആത്മാർത്ഥമായിട്ട്. അവിടെ 3 മണിക്ക് പ്രയറും കഴിഞ്ഞു. ഞാൻ അവിടെ ഹോസ്റ്റലിലല്ല, ഞങ്ങളൊരു വീടെടുത്താ താമസിക്കുന്നത്. ഞാൻ തിരിച്ചു പോയി വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പൊ അവിടെ എന്തായാലും അവിടുത്തെ പാസ്റ്റർ മോഹൻ സി ലാസറസ് എന്ന് പറഞ്ഞ ബ്രദർ പറഞ്ഞു, ഇവിടെ 3 ഹോളുണ്ട്, അവിടെ 50,000 പേര് ഒറ്റ ടൈമിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ മെയിൻ ആയിട്ട് സെൻട്രലില് നമ്മുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ലെഫ്റ്റ് സൈഡില് പിശാച് ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, റൈറ്റ് സൈഡിൽ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എനിക്ക് എന്തായാലും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പോയി അവിടെ ചെന്ന് നിന്നു. ഈ ബ്രദറിന്റെ വൈഫാ പ്രാർത്ഥിക്കുന്നത്. എന്നോട് പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു എല്ലാരോടും. ഞാൻ ഇതുവരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എനിക്ക് അറിയത്തേ ഇല്ല. എന്തായാലും വന്നതല്ലേ ഇരുന്നേക്കാന്ന് വിചാരിച്ചു. ദൈവമേ നിന്റെ കൈ വെച്ചേക്കാ, എനിക്ക് 1 മിനിറ്റ് പോലും മുട്ടുകുത്തി പരിചയമില്ല. ഞാൻ മുട്ടുകുത്തി കുത്തിക്കഴിഞ്ഞപ്പോഴാ മനസ്സിലായ 500 പേര് അവിടെ പ്രാർത്ഥിക്കാൻ കൂടി. പറഞ്ഞാൽ അടുത്തോട്ട് ആന്റി വരുമ്പോഴത്തേക്ക് നേരമാകും, അടുത്ത് വരുമ്പോഴത്തേക്ക് എണ്ണീറ്റാ മതി, മോള് മുട്ടുകുത്തിയാ മതി, എല്ലാരും ഇരുന്നോളാൻ പറഞ്ഞു. വെച്ചത് പുറകോട്ടെടുക്കാൻ വയ്യ. ദൈവമേ നീ എനിക്ക് ശക്തി തരണം, ഞാൻ 1 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, നിന്റെ മേലെ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ മുട്ടുകുത്തി തന്നെ നിൽക്കും. നിന്നു 3 മുതൽ 3:45 വരെ മുട്ടുകുത്തി നിന്നു. അടുത്ത ആന്റി വന്നു. ഒരു 5 പേരെ തള്ളി ആന്റി വന്നപ്പോ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവമേ എനിക്ക് ഈ ലോകത്ത് ഐ കാൺ കമ്പയർ വിത്ത് എനിത്തിങ്. ഞാൻ അത്രയ്ക്ക് വെയിറ്റ്ലെസ് ആയിപ്പോയി. തലകറക്കമല്ല, ഒന്നുമല്ല. പക്ഷെ ആന്റി എന്റെ അടുത്തോട്ട് വരും തോറും ഞാൻ ഒരു ഫെദർ, ഒരു കോഴി തൂവലിനേക്കാളും വെയിറ്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് മാറുക. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ആന്റിയുടെ അടുക്ക് പറഞ്ഞു, ഞാൻ ഒത്തിരി ലിസ്റ്റ് ഓഫ് പ്രയർ വെച്ചിട്ടുണ്ട്. ആന്റി എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എന്നാലെ താങ്ക മുടിയില്ല, എനിക്ക് ഏതോ മാതിരി, എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തോ സംഭവിക്കുന്നു. അവൻ എന്റെ തലയിൽ ഒന്ന് കൈ വെച്ചു, ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പാട്ടിന് പോയി. എനിക്കിത് എന്നാ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, തമിഴിൽ പറഞ്ഞു പോരാട്ടമെന്ന്. ഇത് പോരാട്ടത്തെ മീൻസ് സാത്താന്യ എന്തോ ഒരു ഇതെന്നാ. ഞാൻ നിന്ന് കരയാൻ തുടങ്ങി. എനിക്ക് അത്രയ്ക്ക് കരച്ചില് വന്നു. ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരയുവാ. നോക്കിക്കോണം, ഞാൻ MTech പഠിക്കുന്ന ഒരു ഇതാണ്. ഞാൻ അവിടെ പോയി, എനിക്ക് ആരെ അറിയത്തില്ല. എന്നോട് വരാൻ പറഞ്ഞ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ പോയി അവിടെ ഒരു ബ്രദറിന്റെ അടുക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മലയാളിയാ, എനിക്കിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചു, അവര് പറയുന്ന സാത്താന്യത്തിന് ഇതാണെന്ന്, എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, മോളെ ഇത് അതൊന്നും അല്ല, ദൈവം നിന്നെ തൊട്ട, നീ ധൈര്യമായിട്ട് അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പ് എനിക്ക് MTech ഞാൻ 2009 ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ബൈബിൾ എന്റെ ഫ്രണ്ട് കൊണ്ട് തന്നായിരുന്നു. വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പക്ഷെ ആ ഫെബ്രുവരി 26 കഴിഞ്ഞ വർഷം ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ ചെല്ലുന്ന, ഹോസ്റ്റലിലോട്ട് ചെല്ലുന്നത് 5:30 ആയപ്പോഴാണ്. അന്ന് എനിക്ക് എന്തോ ബൈബിള് വായിക്കാൻ തോന്നി. എന്റെ 23 വർഷക്കാലം ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം അനുഭവിച്ചു. തിരിച്ചു വന്ന് ബൈബിള് വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ബൈബിള് വായിക്കാൻ തുടങ്ങി. അന്നേ വരെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമായിരുന്നു.
ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ വന്നു. ഫെബ്രുവരി 26 മുതൽ ഏപ്രിൽ 16 വരെ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ന് എല്ലാ കൺവെൻഷനും ഒക്കെ കേൾക്കും, ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ചെങ്കടല് പിളർന്ന ദൈവത്തിന് എനിക്ക് വേക്കൻസി ഇല്ലാത്തടുത്ത് ജോലി തരാൻ കഴിയും. ഇന്ന് എന്നെ ആ കോളേജിലായിരുത്തിയേക്കും. അന്ന് ഞാൻ ഓർത്തു, ദൈവമേ ഞാൻ ഇറങ്ങി വന്നു, എന്റെ വീട്ടുകാരെല്ലാം എതിർപ്പാ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എന്തായാലും നിന്നെ ഞാൻ വിശ്വസിച്ചു, നീ എന്നെ അന്ത്യത്തോളം കൊണ്ടുപോകാൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് ഈ ഫെബ്രുവരി 26 ഒരു വർഷം തികയുമ്പം ഞാൻ ഓർക്കുക, കഴിഞ്ഞ ഒരു വർഷക്കാലം ഒറ്റ ഒരു വിശ്വാസിയായിട്ട് ഞാൻ എങ്ങനെ വന്നു. എന്റെ ദൈവത്തിന്റെ നാമം എനിക്ക് മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത് ഇതാണ്, എന്നെ ഈ ഒരു വർഷം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ ശക്തി ഒന്ന് മാത്രം. ഹല്ലേലൂയ, അവൻ എന്നും ജീവിക്കുന്നു. ആമേൻ. ആ മകളുടെ നെഞ്ച് സൗഖ്യമാകുന്നു. മുമ്പിലേക്ക് കയറി വന്നാണ് സിസ്റ്ററെ. രക്തത്താൽ ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ തൊടാൻ പോവാ. ഓപ്പറേഷൻ മാറിപ്പോകുന്ന പോലെ നിങ്ങളുടെ ശരീരത്തു നിന്ന് രോഗങ്ങൾ മാറിപ്പോകുന്നു. ഓ റബഹത്തരബൗഷി സിസ്റ്റർ, ഏറ്റവും കൂടുതൽ വിഷമം നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ അനുഭവിക്കുന്നു. ശരിയാണോ പറയുന്നത്? ശ്വാസം വിടാൻ കഴിയത്തില്ല. ശ്വാസം നെഞ്ചത്ത് കയറി ഭയങ്കരമായിട്ട് വിലങ്ങും. മരിക്കാൻ പോകുന്ന പോലെ തോന്നും. രക്തത്താൽ എവിടുന്നാ സിസ്റ്റർ വരുന്നേ? പാറപ്പുഴ. നടക്കുമ്പോൾ ശരീരം മുഴുവൻ കിതയ്ക്കും. രക്തത്താൽ ആമീൻ, ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ബ്ലഡ് സംബന്ധമായി നിനക്ക് മാറി മാറി വരുന്ന രോഗങ്ങളുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നേ? കർത്താവ് പറയുന്നു ഇന്ന് അത് സൗഖ്യമാക്കാൻ പോവാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്തിനാ? കർത്താവ് ഇവിടെ തൊടാൻ ഇറങ്ങിയെന്ന് പറയാനാ. ഇന്ന് കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങാതെ പോകത്തില്ല. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായിക്കേ. ഇന്ന് സത്യമായിട്ടും വന്നാൽ ഒരു വിടുതൽ കിട്ടുമെന്ന് ആഗ്രഹിച്ചാന്നാ വന്നേ. ഇന്ന് കർത്താവ് ഒരു വിടുതൽ മകളെ നിനക്ക് തരാൻ പോവാ. രക്തത്താൽ നിന്റെ ഈ കണ്ണും സൗഖ്യമാകാൻ പോവാ. ആ കണ്ണിന് എന്താ സിസ്റ്റർ ബുദ്ധിമുട്ടുള്ളേ? കാഴ്ച കുറഞ്ഞു വരിക. ആമേൻ. കർത്താവിന്റെ വെളിച്ചം അവിടെ വന്നിട്ട് പറയാ, ഈ കണ്ണ് ഇപ്പോൾ തന്നെ ഓ ആ പാട മാറിപ്പോകട്ടെ. ഇനി നീ കണ്ണു തുറന്ന് നോക്ക സിസ്റ്ററെ. എന്താ വായിക്കാൻ വേണോ? ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂട്ടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിലിരുന്നു. നേരത്തെ വായിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചാ വായിക്കുന്നേ. മൂടിയ കണ്ണിനെ യേശു തുറക്കുക. റിയൽ ആയിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുക. നിനക്ക് വിശ്വസിക്കാമോ? യേശു ഇവിടെ ഉണ്ട്. സിസ്റ്റർക്ക് തന്നെ അറിയാമായിരുന്നു യേശു കണ്ണിനെ തൊടുകയാണ്. എനിക്ക് എന്തോ ഒരു പ്രകാശം തോന്നിപ്പോ. ഒരു വർഷം കൊണ്ട് അകത്തി പിടിച്ച് വായിച്ചവളെ ഇന്ന് കർത്താവ് അടുപ്പിച്ച് പിടിച്ച് വായിച്ചപ്പോ മനസ്സിലായ കണ്ണിൽ എന്തോ നടന്നെന്ന്. എനിക്ക് ഈ കണ്ണിന് ശരിക്കും വിഷമം ഉണ്ടായിരുന്നു, ഇടത്തെ കണ്ണിന്. ഞാൻ എന്നിട്ട് ബൈബിള് വായിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഇവിടെ വന്നിപ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണാടി വെച്ചോണ്ടാ ഞാൻ വന്നേക്കാം. എനിക്ക് കണ്ണാടി വെക്കണമെന്ന് തോന്നുന്നില്ല. കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണാടി വെച്ചാ വന്ന്, ഇനി കണ്ണാടി വേണ്ടെന്ന്. രക്തത്താൽ സിസ്റ്ററെ ആ നെഞ്ചിനും പുറത്തും കൂടെ കൈയൊന്ന് അമർത്തിപ്പിടിച്ച്. രക്തത്താൽ ഇവിടെ നെഞ്ചിന്ന് രോഗശക്തികൾ ഇപ്പോൾ ഒരു ശക്തി ഇവളിൽ വ്യാപരിക്കും. അടഞ്ഞ മൂക്കൂടെ കർത്താവ് തുറക്കുന്നല്ലോ. സിസ്റ്ററെ, ശ്വാസം എടുക്കാനും ഒരു പ്രയാസമുണ്ടോ മൂക്കിന്? ആമേൻ. മൂക്കടഞ്ഞിരിക്കുമായിരുന്നു. മൂക്കിന് വിഷമം ഉണ്ടായിരുന്നു കുറച്ച്. എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ ഒരു വർഷമായിട്ട് ഇതൊക്കെ തുടങ്ങി. ഇതെല്ലാം തുടങ്ങിയത്. പക്ഷെ ഞാൻ ഗുളിക കഴിക്കാതെ പ്രാർത്ഥിച്ച് ഡോക്ടറെ കാണിച്ചപ്പോ മൂക്കിന് എന്താന്ന് പറഞ്ഞു? ഡോക്ടർ പ്രഷറിന്റെ ഇച്ചിരി കൂടുതലും കുറയുമ്പോഴത്തേനും അതനുസരിച്ച് വരുന്ന. ഇപ്പൊ പ്രഷർ കംപ്ലീറ്റ് നോർമൽ ആകും. ഇപ്പൊ ശ്വാസം എടുത്ത് നോക്കിയോ സിസ്റ്റർ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നെഞ്ചിന് വേദനയില്ല, നെഞ്ചിന് ഇടിപ്പ് വരുന്നില്ല. ഓ കർത്താവിന്റെ കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരിക. കോട്ടയം കോടിയമാത പാലത്തിനടുക്കൽ എല്ലാ സാറ്റർഡേയും സൺഡേയും ഞങ്ങളുടെ വർഷിപ്പ് നടക്കും. കടന്നു വന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. ജീസസ് വോയിസിന്റെ ആരാധനാ സ്ഥലമെല്ലാം ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ജീസസ് വോയിസ് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത്
സ്ഥലം വാങ്ങിക്കാൻ പോകുകയാണ്. അടുത്ത ചില ദിവസത്തിനുള്ളിൽ ആ സ്ഥലം എഴുതുവാൻ പോകുകയാണ്. നിങ്ങളുടെ സംഭാവനകൾ, ദശാംശങ്ങൾ, സ്തോത്രകാഴ്ചകൾ ഈ സ്ഥലം വാങ്ങുവാൻ യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി അയച്ചു തരിക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. കണ്ണുകളെ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. കർത്താവെ, നാളുകൾ കൊണ്ടുവരെ അലട്ടുന്ന ശാപം, പരാജയം, തകർച്ച അവരുടെ കുടുംബങ്ങളിൽ ഇത് വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുക. വർഷങ്ങൾക്ക് കുടുംബത്തെ ദണ്ഡിപ്പിക്കുന്ന പൈശാചിക ദുർവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ കൈ അവിടെ തൊട്ടത് കൊണ്ട് സ്തോത്രം, വിടുതൽ കൽപ്പിച്ചത് കൊണ്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയത്ത് ജീസസ് വോയിസിന്റെ പ്രോഗ്രാം കാണുക. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.